ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ക്ലാസ്സസിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്കൽ സയൻസിൽ നിന്നുള്ളൊരു ഭാഗമാണ് താപവും ഊഷ്മാവും. ഇന്ന് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കിതൊരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം ഏതാണ്? തെർമോഡൈനാമിക്സ് ആണ്. 2, താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത്. 3, വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ക്രയോജെനിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ്. 4, തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് എന്താണ്? മെർക്കുറിയാണ്. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. 5, താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. 6, നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് താപനില രേഖപ്പെടുത്താൻ സാധിക്കില്ല. 7, സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണയായി താപനില അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. 8, താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. 9, ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. 10, ഒരു കലോറി എന്നത് എത്ര ജൂളാണ്? 4.2 ജൂളാണ്. ഒരു കലോറി 4.2 ജൂളാണ്. 11, താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. 12, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. 13, ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഫാരൻഹീറ്റ്. 14, തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനില ഏതാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനിലയാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. 15, ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് ഏതാണ്? അബ്സല്യൂട്ട് സീറോയാണ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായി നിലയ്ക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ. 16, സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനില അറിയപ്പെടുന്നത് എന്താണ്?
എന്താണ്? ദ്രവണാങ്കം എന്നാണ്. സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം. 17. ഐസിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസിൻ്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 18. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റം എങ്ങനെ അറിയപ്പെടുന്നു? എങ്ങനെയാണ്? അവസ്ഥാ പരിവർത്തനം എന്നറിയപ്പെടുന്നു. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റമാണ് അവസ്ഥാ പരിവർത്തനം. 19. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില ഏതാണ്? ഖരാങ്കമാണ്. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരാങ്കം. 20. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പൈറോമീറ്റർ ആണ്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. 21. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ക്രയോമീറ്റർ ആണ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. 22. വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ് ഏതാണ്? ഊഷ്മാവാണ്. വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. 23. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? താപധാരിത എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത. 24. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? -40 ആണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് -40. 25. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവിനെ എന്ത് പറയുന്നു? എന്താണ് വിളിക്കുന്നത്? ഊഷ്മാവ് എന്ന് വിളിക്കുന്നു. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് ഊഷ്മാവ്. 26. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? 574.25 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് 574.25. 27. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ഏതാണ്? ചാലനമാണ്. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം. 28. തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണം ഏതാണ്? സംവഹനമാണ്. തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനം. 29. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ ഏതാണ്? വികിരണമാണ്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയയാണ് വികിരണം. 30. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതി ഏതാണ്? സംവഹനമാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം. 31. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം എന്താണ്? സംവഹനമാണ്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം സംവഹനമാണ്. 32.
കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് എന്തിലൂടെയാണ്? എന്തിലൂടെയാണ്? വികിരണത്തിലൂടെയാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം കാരണം ആണ്. 33. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ്? ഗലീലിയോയാണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. 34. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ്? ഫാരൻഹീറ്റ് ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. 35. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനില എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്തെന്നാണ് അറിയപ്പെടുന്നത്? തിളനില എന്നറിയപ്പെടുന്നു. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില. 36. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ്? സർ തോമസ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ്. 37. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി ഏതാണ്? ഏതാണ്? വികിരണമാണ്. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. 38. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസം ഏതാണ്? ഏതാണ്? അതിദ്രവത്വമാണ്. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം. 39. താപനില താഴ്ത്തി ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസം ഏതാണ്? ഏതാണ്? അതിചാലകതയാണ്. താപനില താഴ്ത്തി ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസമാണ് അതിചാലകത. 40. അതിചാലകത കണ്ടെത്തിയത് ആരാണ്? ആരാണ്? കമർലിംഗ് ഓൺസ് ആണ്. അതിചാലകത കണ്ടെത്തിയത് കമർലിംഗ് ഓൺസ് ആണ്. 41. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില ഏതാണ്? ഏതാണ്? 4.2 കെൽവിനാണ്. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനിലയാണ് 4.2 കെൽവിൻ. 42. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഏതാണ്? പുനർഹിമായനമാണ്. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം. 43. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാക്കുന്ന ഊഷ്മാവ് ഏതാണ്? ഏതാണ്? കേവല പൂജ്യമാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാക്കുന്ന ഊഷ്മാവാണ് കേവല പൂജ്യം. 44. കേവല പൂജ്യം എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവ് ഏതാണ്? ഏതാണ്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. കേവല പൂജ്യം എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവാണ് -273 ഡിഗ്രി സെൽഷ്യസ്. 45. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാണ്? ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. 46. ജലം ഐസാകുന്ന താപനില ഏതാണ്? ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 47.
ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവ് ഏതാണ്? ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവാണ് 4 ഡിഗ്രി സെൽഷ്യസ്. 48. മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ് ഏതാണ്? ഏതാണ്? -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവാണ് -39 ഡിഗ്രി സെൽഷ്യസ്. 49. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനിലയാണ് 120 ഡിഗ്രി സെൽഷ്യസ്. 50. ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 51. മനുഷ്യൻ്റെ ശരീരോഷ്മാവ് എത്രയാണ്? എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യൻ്റെ ശരീരോഷ്മാവ്. 52. അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനില എത്രയാണ്? എത്രയാണ്? 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനിലയാണ് 500 ഡിഗ്രി സെൽഷ്യസ്. 53. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില എത്രയാണ്? എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനിലയാണ് 5500 ഡിഗ്രി സെൽഷ്യസ്. 54. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? എത്രയാണ്? 1064 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്വർണത്തിൻ്റെ ദ്രവണാങ്കം. ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? എത്രയാണ്? 3410 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം. 56. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? എത്രയാണ്? 115 -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. 57. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്താണ്? എന്താണ്? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റാണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. 58. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 K വർദ്ധിപ്പിക്കുവാനാവശ്യമായ താപത്തിൻ്റെ അളവ് എത്രയാണ്? എത്രയാണ്? അതാണ് വിശിഷ്ട താപധാരിത. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാനാവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത. 59. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? ഏതാണ്? ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം. 60. ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഏതാണ്? താപീയ വികാസമാണ്. ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം. 61. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഏതാണ്? ഹൈഡ്രജൻ ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. 62. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതാണ്? ഏതാണ്? സ്വർണമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥമാണ് സ്വർണം. 63. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് എന്താണ്? എന്താണ്?
വാതകങ്ങളാണ്. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ്. 64. ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് എന്തിനാണ്? ഖരപദാർത്ഥങ്ങൾക്കാണ്. ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങൾക്കാണ്. 65. 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവിനെ എന്ത് പറയുന്നു? എന്താണ്? ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നു. 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണ് ദ്രവീകരണ ലീനതാപം. 66. ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കിലോഗ്രാം ആണ്. ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ കിലോഗ്രാം. 67. ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്നും താപം സ്വീകരിച്ച് വാതക അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന പ്രവർത്തനം ഏതാണ്? ബാഷ്പീകരണമാണ്. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്നും താപം സ്വീകരിച്ച് വാതക അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. 68. റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ബാഷ്പീകരണമാണ്. റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തന തത്വം ബാഷ്പീകരണമാണ്. 69. മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതത്തിനെ എന്താണ് പറയുക? ശീതമിശ്രിതം. മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതമാണ് ശീതമിശ്രിതം. അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. നമ്മളിന്ന് 69 ചോദ്യങ്ങളാണ് ചെയ്തത്. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക് യു.